ഞാൻ ആനി വള്ളിക്കാപ്പൻ. എഴുതിയ ആദ്യ നോവലിൻ്റെ അവസാന വരിയിലെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരായിരിക്കണമെന്ന്. കാവൽക്കാരിയായിരിക്കുക. ഓർമ്മകളുടെ കൈപിടിച്ചാണ് കാവൽക്കാരി എന്ന എൻ്റെ ആദ്യ നോവൽ ഞാൻ എഴുതി പൂർത്തിയാക്കിയത്. പ്രണയിച്ചും നഷ്ടനൊമ്പരത്തിൻ്റെ നോവറിഞ്ഞും എനിക്കിനി മറ്റൊരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കി. അപ്പോഴൊക്കെ ആൽബർട്ട് കാമുവിൻ്റെ പ്രശസ്തമായ വാചകം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ശിക്ഷയും ഓർമ്മകളാണ്. ഒരൊറ്റ ദിവസത്തെ ഓർമ്മകൾ മതി 1000 വർഷം ഏകാന്ത തടവിൽ ജീവിക്കാൻ. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കാരണവും ഓർമ്മകളാണ്. റെട്രോയിവേൽ എന്ന വാക്ക് ആദ്യമായി കേട്ടപ്പോൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ചുമ്മാ തോന്നി കൊള്ളാലോ, എനിക്ക് പറ്റിയ വാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോളിലക്വിയാണ്. ആൻ ആക്ട് ഓഫ് സ്പീക്കിംഗ് ടു വൺ സെൽഫ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഷേക്സ്പിയർ ഡ്രാമകളിൽ നിന്നും എൻ്റെ കൂടെ കൂടിയതാണ് സോളിലക്വി. കാരണം ഞാൻ എന്നോട് തന്നെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ ഇനി റെട്രോയിവേലും ഉണ്ടാകും. ടു ഫൈൻഡ് സംതിങ് അഗെയിൻ, അതായത് ദ ഹാപ്പിനെസ് ഓഫ് മീറ്റിംഗ് സംവൺ വെരി ഡിയർ ടു യു ആഫ്റ്റർ എ വെരി ലോങ് ടൈം. കോട്ടയം ജില്ലയിലെ മാർമലയിലാണ് എൻ്റെ വീട്. മാർമല എത്ര പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊച്ചിലെ അധികം വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. നല്ല റോഡില്ല, കറണ്ടില്ല, ഒരു ഓണം കയറാൻ മൂലാന്ന് വേണേൽ പറയാം. അപ്പം 3ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലും പിന്നെ അങ്ങോട്ട് ബോർഡിങ്ങിൽ നിന്നായിരുന്നു എൻ്റെ പഠിത്തമൊക്കെ. ഗൃഹാതുരതയ്ക്ക് അടിമയായിരുന്നു ഞാൻ. ബോർഡിങ്ങിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ദിവസം കിട്ടിയാൽ മതി എനിക്ക് വീട്ടിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ബോർഡിങ്ങിൽ നിൽക്കുമ്പം ബോർഡിങ്ങിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഒരു കുപ്പി മഷി മൊത്തം എടുത്ത് കുടിച്ചിട്ടുണ്ട്, വല്ല വയറിളക്കോ ഛർദിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ട്രാജഡി എന്നായിരുന്നെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. മഷിയുടെ മണം അല്ലെങ്കിൽ മഷിയുടെ ആ ചൊവ എന്നാന്ന് മനസ്സിലാക്കാമെന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല. പിന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിസൂക്കേട് ഉണ്ടാക്കുക. അന്നത്തെ കാലത്ത് കുട്ടികളുടെ ഇടയിൽ വളരെ കോമൺ ആയിരുന്നു കണ്ണിസൂക്കേട്. അപ്പോൾ കുറച്ച് സോപ്പ് എടുത്ത് കണ്ണിലിങ്ങനെ തിരുമിയിട്ട് സിസ്റ്ററിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കും. സിസ്റ്റർ, എനിക്ക് കണ്ണിസൂക്കേടാണ്. സിസ്റ്റർ പറയും അവിടെ തന്നെ നിന്നേച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ട. അടുത്ത് വരും, സിസ്റ്ററിന് പേടിയാ, സിസ്റ്ററിന് പിടിച്ചാലോ. നേരെ സിക്ക് റൂമിലേക്ക് വിടും. സിക്ക് റൂമിലാണെങ്കിൽ ഒരു ആഘോഷമാണ്. അപ്പോൾ അവിടെ ശരിക്കും കണ്ണിസൂക്കേട് പിടിച്ച പിള്ളേർ അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കിട്ടും നമ്മളിലേക്ക്. അത് കഴിഞ്ഞിട്ട് ആ കണ്ണിസൂക്കേടും പിടിപ്പിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്കൊരു പോക്കാണ്. 2-3 ദിവസം ആഘോഷമായിട്ട് വീട്ടിൽ നിൽക്കാം. അതുകൂടാതെ വലിയ പരീക്ഷയുടെ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണിയിരിക്കും വീട്ടിലോട്ട് എപ്പോൾ പോകാം എന്നാലോചിച്ചുകൊണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പുളിങ്കുരുക്കളെടുത്ത് ഒരു പ്രോട്ടീനെക്സിൻ്റെ തകരപ്പാട്ടെ സൂക്ഷിച്ചു വെക്കും. ഓരോ ദിവസം കഴിയുന്തോറും ഓരോന്നായിട്ട് പുറത്തോട്ട് എടുത്ത് കളഞ്ഞ് അവസാനം ആ തകരപ്പാട്ട കാലിയാവുമ്പോൾ എടുപ്പത് സന്തോഷവും പേറി മാർമല വീട്ടിലേക്കൊരു പോക്കാണ്. അതായിരുന്നു കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ രക്ഷപ്പെടൽ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു തപ്പലാണ്, തിരയലെന്ന് പറയും, തപ്പിനോട്ടമാണ്. പുതിയതെന്താ ഉള്ളത് വീട്ടിൽ, എന്തെങ്കിലും പുതിയ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടോ, അലമാരി നോക്കുന്നു, ഡ്രോയർ നോക്കുക, എല്ലാ സ്ഥലങ്ങളും ഒരു തപ്പിനോട്ടമാണ്. പിന്നെ പറമ്പിലോട്ടിറങ്ങുക, തോട്ടിപ്പോയി മീൻ പിടിക്കുക, കുളിക്കുക. എനിക്കധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ തോട്ടത്തിന് നടുക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ഒരു ഏരിയ കഴിഞ്ഞിട്ടേ ഉള്ളൂ വല്ലോ ആൾക്കാരൊക്കെ താമസിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് അങ്ങനെ കൂട്ടുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒട്ടുമിക്ക മരത്തിനും പറമ്പിലെ മരങ്ങൾക്കും ഞാനിട്ട പേരുണ്ടായിരുന്നു. കവളുംപ്ലാക്കൻ എന്നൊരു പ്ലാവും ഒരു കവുങ്ങും വരെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവരോട് സംസാരിച്ചു. പിന്നെ തോട്ടത്തിൽ പള്ള തെളിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പോകും. അതുകൂടാതെ തേങ്ങ ഇടുന്ന സമയത്ത് കണക്കെഴുതാൻ പോവും. അപ്പോൾ കിട്ടുന്നത് 2 കരിക്കായിരിക്കും.
2 കരിക്കാണ് കൂലി. അപ്പോൾ ആ കരിക്കിനും അവർ പറയുന്ന ആ പഴങ്കഥകൾക്കും വേണ്ടിയിട്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പോകുമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചനും അമ്മയും എല്ലാ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു എനിക്ക് ബോർഡിങ്ങിൽ നിന്ന് വീട്ടിലോട്ട് പോരാനുള്ളൊരു അവസരം. വീട്ടിൽ വരുമ്പം അമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഡിഷ് എന്ന് പറഞ്ഞാൽ കപ്പയും മീൻകറിയും. അമ്മ കുട്ടനാട്ടുകാരിയാണ്. അപ്പം മീൻ ഇല പൊള്ളിക്കുന്നതും മീൻ പീരയും അങ്ങനെ കുറേ ഡെലിക്കസീസ് ഉണ്ട് അമ്മയുടെ. അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. അതുപോലെ അച്ചാച്ചൻ്റെ കൂടെ നടത്തുന്ന ഒരു പഴയ വില്ലീസ് ജീപ്പ് റൈഡ്. അച്ചാച്ചന് പഴയ ഒരു ലെഫ്റ്റ് ഹാൻഡ് വില്ലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ജീപ്പാണ്. അതിനൊരുപാട് കഥകളുമുണ്ട്. ആ ജീപ്പിൽ ഉള്ള യാത്ര എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ കൊച്ചിലെ ഞാൻ എപ്പോഴും ആ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അമ്മയുടെ മടിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ കാല് അകത്തോട്ടിട്ട് നേരെ വെച്ചാലും എൻ്റെ ഒരു കാല് ആ ജീപ്പിൻ്റെ പുറത്തേക്ക് പോകും. അങ്ങനെ ഒരുപാട് ചെരുപ്പുകൾ, ഒരു ജോഡി ചെരുപ്പാണെങ്കിൽ എപ്പോഴും ഒരു ചെരുപ്പ് എപ്പോഴും പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പം ബോർഡിങ് ജീവിതം കഴിഞ്ഞ് ഞാൻ കോളേജിലോട്ട് എത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹോം സിക്നെസ് ഒക്കെ ഇച്ചിരി കുറയാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും എനിക്ക് വീട്ടിൽ പോവാം. അപ്പം അങ്ങനെ നിന്നപ്പം എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നൊരാഗ്രഹം. എന്നത്തിനാ? എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, എനിക്ക് സ്ഥലങ്ങൾ കാണുക എന്നായിരുന്നു അതിന് പിറകിലെ ഒരു ഗൂഢലക്ഷ്യം. ഇതായിരുന്നു ആ ജീപ്പ്. ഇപ്പോഴും ഉണ്ട്. എൻ്റെ അച്ചാച്ചൻ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. പക്ഷേ ഈ ജീപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ്. ഇതെൻ്റെ വല്യപ്പച്ചനാണ്. എന്നെ ചെറുതിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നൊരു വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ചെറിയൊരു ഹോം ലൈബ്രറി ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. ഞാൻ വലിയ വായിക്കുന്ന ഒരാളൊന്നുമല്ല, എഴുതുമെങ്കിലും ഞാൻ അധികം വായിക്കത്തില്ല. പക്ഷേ ആ ലൈബ്രറി പോയിരുന്ന് അതിലെ പുസ്തകങ്ങളൊന്ന് മറിച്ച് നോക്കുമ്പം, ആ പടങ്ങൾ കാണുമ്പം, പ്രത്യേകിച്ചും പഴയ നാഷണൽ ജിയോഗ്രഫിക് മാഗസിനുകളിലെയൊക്കെ പടങ്ങൾ, ഇതായിരുന്നു ആ ലൈബ്രറി. ഈ ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുമ്പം അതിനെ പടങ്ങൾ കണ്ടിട്ട് എനിക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൂടുതലാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലെ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ ഓരോ യാത്രകളും സഹായിക്കും എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പം ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയിലെ മെൽബണിലെ ലട്രോബ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഞാൻ പഠിച്ചത് മീഡിയ സ്റ്റഡീസാണ്. അപ്പം ഓസ്ട്രേലിയയിലോട്ടുള്ള ആ യാത്ര എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അവിടേക്ക് പഠിക്കാൻ ചെല്ലുമ്പം ഞാനൊരുമാതിരി കേരളത്തിന് പുറത്ത് അതുവരെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളേ അല്ല. കേരളം കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് മെൽബണിലോട്ടാണ്. അപ്പോൾ അറിയാമല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതപ്പാ കോതമംഗലം എന്നുള്ള അവസ്ഥയാണ്. നിലാവത്തഴിച്ചു വിട്ട കോഴീനെ പോലെ എന്താ ചെയ്യേണ്ട, ഒരു അന്തവും കുന്തവും ഇല്ല. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ മെൽബൺ എന്നോട് ചോദിക്കുന്ന പോലെ, ആരാണ് നീ, എന്താണ് നീ ഇവിടെ എന്നുള്ള അവസ്ഥ. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിലെ പ്രൊഫസർ ഞങ്ങളോട് ചോദിക്കുകയാണ്, ക്ലീശ ചോദ്യമാണ്, 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെ ആയിരിക്കും, ആരായിരിക്കും? അപ്പോൾ ക്ലീശ ചോദ്യമാണ്, ക്ലീശ ഉത്തരം പാടില്ലല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു. എൻ്റെ ഊഴം വന്നപ്പം അപ്പം ഞാൻ ചിന്തിച്ച് വെക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു എമണ്ടൻ സംഭവം പറയണം, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയണം. അപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞുപോയി, എനിക്ക് ഒരു എഴുത്തുകാരിയാവണം, എനിക്ക് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കണം. ഞാൻ എന്നോട് തന്നെ ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സംസാരിച്ച പോലൊരു നിമിഷമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു സംഭവമേ മനസ്സിലില്ല. ഇത് കാവൽക്കാരിയുടെ പബ്ലിഷിങ്ങിൻ്റെ ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പം ഈ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുന്നേ വരെയുള്ള എൻ്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തെവിടെയെങ്കിലും ജോലിയുള്ള ഒരു സുന്ദരൻ ചെറുക്കനെയും കെട്ടി അവിടെ പോയി സെറ്റിലാവുക. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ തലവര തൂത്താലും മച്ചാലും പോകത്തില്ലെന്ന് മനസ്സിലായി. ഞാൻ തിരിച്ച് നാട്ടിൽ തന്നെ എത്തി. ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കയറി. അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ. നീ ആരാണ്, എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ ആകെ ലോസ്റ്റായ പോലൊരവസ്ഥ. അവസാനം എല്ലാം വിട്ടിട്ട് ഞാൻ മാർമല വീട്ടിൽ പോയിരുന്നു.
എന്നെയും എൻ്റെ ചുറ്റുമുള്ളവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം ഒരു നട്ടപ്പാതിരയ്ക്ക് ചീവീടുകളുടെ ഒച്ചയും കേട്ട് ഒരു മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് ഞാൻ എഴുത്തു തുടങ്ങി. കാവൽക്കാരി ജനിച്ചു. ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. കമലാദാസിൻ്റെ, നമ്മുടെ മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. അതായത് കൊൽക്കത്തയിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൃശ്ശൂരെ പുന്നിയൂർക്കുളത്തുള്ള അവരുടെ അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കവിത. അവരവിടേക്ക് പോകുന്നു. അമ്മുമ്മ താമസിക്കാറുള്ള ആ വീട്ടിൽ താമസിക്കുന്നു. അതേ മുറികളിലൂടെ കടന്നു പോകുന്നു. അതേ പടികളിലിരിക്കുന്നു. കുളിക്കാൻ പോകുന്നു. ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഉള്ളൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇമേജറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ടു പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്, ടു ബ്രിങ് ഇറ്റ് ഹിയർ, ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. അതായത് ഈ പണ്ടത്തെ വീടുകളിലൊക്കെ, പ്രത്യേകിച്ച് ഈ നാലുകെട്ട് പോലുള്ള വീടുകളിൽ ഒരു ഇരുട്ടുണ്ട്. ഇരുട്ട് തളം കെട്ടി നിൽക്കുന്ന മുറികൾ, ഒരു പഴമണം, ഇതൊക്കെ അവർക്കത് ഒരു കൈക്കുമ്പിളിൽ നിറയെ ആ ഇരുട്ട് കോരിയെടുത്തുകൊണ്ട് വന്ന് കൽക്കട്ടയിലെ തൻ്റെ വീടിൻ്റെ കിടപ്പുമുറിയുടെ മുന്നിലായി കൊണ്ടുവന്ന് ഒരു കാവൽ നായിയെ പോലെ തന്നെ സംരക്ഷിക്കാൻ വെക്കാൻ മോഹിച്ച മാധവിക്കുട്ടി. ഞാൻ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുമ്പം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഒരു തടി കഷ്ണമോ ഒരു കല്ലോ ഒക്കെ എടുത്തുകൊണ്ട് വരും. എന്നാണെന്നറിയോ? രാത്രിയാകുമ്പം ശരിക്കും സങ്കടം വരും. അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അമ്മേനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും. അപ്പം ഞാൻ കണ്ണടച്ച്, ഈ കയ്യിലെന്താണോ ഉള്ളത് അത് എൻ്റെ സംരക്ഷണം പോലെ ഞാൻ കണ്ണടച്ചിരിക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും, ഞാൻ മാർമല വീടിൻ്റെ പടികയിൽ കയറി വരുന്നു, ആ മുറിയിലൂടെ തിരിഞ്ഞ് ഈ മുറിയിലൂടെ തിരിഞ്ഞ് എൻ്റെ മുറിയിലെത്തി അവസാനം എൻ്റെ കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് ഞാൻ സങ്കല്പിക്കും. മാധവിക്കുട്ടിക്ക് ഒരു കൈക്കുമ്പിൾ നിറയെ ഇരുട്ടായിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നത് 1000 ഓർമ്മകളെ നമുക്ക് മുന്നിൽ കൊണ്ട് നിർത്താൻ കഴിയുന്ന ചില ഗന്ധങ്ങളുണ്ട്. അത് മാധവിക്കുട്ടിക്ക് ആ ഇരുട്ടായിരുന്നു വേണമായിരുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഇതാണ് എൻ്റെ മുറി. എൻ്റെ മുറിയിലൊരു തടിയലമാരയുണ്ട്. അതിനകത്ത് വെച്ചിരുന്ന തുണിയുടെ മണം, അതുപോലെ ആ അലമാരിയുടെ കള്ളികളിൽ വെച്ചിരുന്ന പഴയ കടലാസിൻ്റെ, കത്തുകളുടെ, മഷിയുടെ മണം, അതുകൂടാതെ അച്ചാച്ചൻ്റെ ആഫ്റ്റർ ഷേവ് ലോഷൻ്റെ മണം, പിന്നെ പഴയ യാഡ്ലി സോപ്പിൻ്റെ മണം. ഇതൊക്കെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇന്നലകളുടെ ആഴത്തിലേക്കായിരുന്നു എപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ വേരോട്ടം. നമ്മളിലേക്ക് നാം നടത്തുന്ന തിരിച്ചുവരവിന് എത്ര ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. എന്നെ ഞാൻ എവിടെയോ വെച്ച് മറന്നിരിക്കുകയായിരുന്നു. പിന്നീട് എവിടെയോ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എനിക്കൊരു സ്ഥാനക്കയറ്റവും ചാർത്തി കിട്ടിയിരുന്നു. ഓർമ്മകളുടെ കാവൽക്കാരി. എനിക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്നെ കാമിച്ചവരുടെയോ സ്നേഹിച്ചവരുടെയോ കണ്ണിലൂടെയാണ് ഞാനും എന്നെ കണ്ടത്. ആത്മസഖിയായിരുന്നു എൻ്റെ കണ്ണാടിയിലെ ഞാൻ. ഞങ്ങൾ മാത്രം പങ്കിട്ടത് എത്ര ദിവ്യ മുഹൂർത്തങ്ങളാണ്. കൽപ്പറ്റ നാരായണൻ സാറിൻ്റെ എവിടം എന്ന നോവലിലെ ഈ വരികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒട്ടും മാറിയിട്ടില്ലാത്ത ഒരു ഞാൻ എവിടെയോ ചിലയിടങ്ങളിൽ എന്നെയും കാത്തിരിക്കുന്നു എന്നൊരു തോന്നൽ. ഈ നിമിഷവും നിങ്ങളോട് ഞാൻ പങ്കിട്ട ഈ കാര്യങ്ങളും ഇതെല്ലാം ഒരു പൊതിയിൽ പൊതിഞ്ഞെടുക്കുന്ന പോലെ എടുത്തുകൊണ്ടുപോയി എൻ്റെ ഓർമ്മകളുടെ ചില്ലുകൂടാരത്തിലേക്ക് ഞാൻ വെക്കുകയാണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന ടെഡെക്സ് മെയ്സ് ടീമിനും എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.